ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മാത്സ് കഫേ KU. അപ്പം നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത് S3 സ്റ്റാറ്റിസ്റ്റിക്സിലെ മൊഡ്യൂൾ 1 ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് ആയിരിക്കും അത് എക്സാം ഓറിയൻറ്റഡ് ആയിട്ട് ചോദിക്കാൻ സാധ്യതയുള്ള ടോപ്പിക്സ് ഒക്കെ ആയിരിക്കും, ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് ആയിരിക്കും നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പം നിങ്ങൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട എന്താണ്, ഇപ്പം മൊഡ്യൂളിൻ്റെ പേര് തന്നെ സ്റ്റാൻഡേർഡ് ഡിസ്ട്രിബ്യൂഷൻ ഡിസ്ക്രീറ്റ് ആണ്. മൊഡ്യൂൾ 2 ആകുമ്പോൾ സ്റ്റാൻഡേർഡ് ഡിസ്ട്രിബ്യൂഷൻ എന്താണ് കണ്ടിന്യൂസ് ആവും. അത് ഈ ഫസ്റ്റ് വരുന്ന ടോപ്പിക്ക് യൂണിഫോം ഡിസ്ട്രിബ്യൂഷൻ ആയിരിക്കും. അതായിരിക്കും നമ്മൾ ഫസ്റ്റ് നോക്കുന്നത്. എന്താണ് യൂണിഫോം ഡിസ്ട്രിബ്യൂഷൻ എന്നായിരിക്കും നമ്മൾ ഫസ്റ്റ് നോക്കുന്നത്. ആദ്യമേ യൂണിഫോം ഡിസ്ട്രിബ്യൂഷൻ വരുന്നുണ്ട്. ഫസ്റ്റ് നോക്കേണ്ട അതിൻ്റെ ഡെഫിനേഷൻ എന്താണ്, അതുപോലെ അതിൻ്റെ എക്സാമ്പിൾസ് മീന്, വേരിയൻസ്, മൊമെൻറ്റ് അല്ലെങ്കിൽ MGF, പ്രോബ്ലംസ്. ഇപ്പം എന്ത് ഡിസ്ട്രിബ്യൂഷൻ എടുത്താലും ഡെഫിനേഷൻ നിങ്ങൾ പഠിച്ചിരിക്കണം. കാരണം എന്ന് വെച്ചാൽ എന്താണ്, 1 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. അത് കണക്ക് എക്സാമ്പിൾ പ്രോബ്ലംസ് 2 മാർക്കിന് ചോദിക്കും, അല്ലെങ്കിൽ 4 മാർക്കിന് ചോദിക്കും മെയിനായിട്ട്. അതുപോലെ മീന്, MGF ഒക്കെ നിങ്ങൾക്ക് ചോദിക്കാൻ സാധ്യതയുണ്ട്. ഓക്കെ, അത് കണക്ക് ഏത് ഡിസ്ട്രിബ്യൂഷൻ്റെയും മീനും വേരിയൻസും ഒക്കെ ചോദിക്കും. അത് കണക്ക് മൊമെൻറ്റ്, MGF, പ്രോബ്ലംസ്. നമ്മൾ ഏതൊരു ഡിസ്ട്രിബ്യൂഷൻ എടുത്താലും ഡെഫിനിഷൻ അറിഞ്ഞിരിക്കണം, മീൻ എന്താണെന്ന് അറിഞ്ഞിരിക്കണം, വേരിയൻസ് എന്താണെന്ന് അറിഞ്ഞിരിക്കണം, അല്ലെങ്കിൽ മൊമെൻറ്റ്, സെൻട്രൽ മൊമെൻറ്റ്, MGF ഇതെല്ലാം അറിഞ്ഞിരിക്കണം. ഓക്കെ, രണ്ടാമത് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷനാണ് നമ്മൾ പോകുന്നത്. ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷന് മുമ്പേ ബെർണോളി ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറഞ്ഞൊരു കുഞ്ഞൊരു ഡിസ്ട്രിബ്യൂഷൻ ഉണ്ട്. അതും ജസ്റ്റ് ഒന്ന് നിങ്ങൾ നോക്കി വെക്കുക. ഇതും ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഡിസ്ട്രിബ്യൂഷനാണ്. നിങ്ങൾക്ക് എക്സാം ഓറിയൻറ്റഡ് ആയിട്ട് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ടോപ്പിക്കാണ് ഇത്. അപ്പോൾ നിങ്ങൾ അതിൻ്റെ ഇമ്പോർട്ടൻ്റ് തന്നെ എന്താണ് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ പഠിക്കുക. ഫസ്റ്റ് നിങ്ങൾ എന്താണ് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ്റെ ഡെഫിനേഷൻ നോക്കുക, പിന്നെ എക്സാമ്പിൾ ക്വസ്റ്റ്യൻ നോക്കുക. കുഞ്ഞു ക്വസ്റ്റ്യൻ, അത് 2 മാർക്കിനൊക്കെ ചോദിക്കാൻ സാധ്യതയുണ്ട്. 2 മാർക്ക് അല്ലെങ്കിൽ 4 മാർക്കിന് ചോദിക്കാൻ സാധ്യതയുണ്ട്. മൊമെൻറ്റ്, MGF ചോദിക്കാൻ സാധ്യതയുണ്ട്. റെക്കറൻസ് റിലേഷൻ, എന്താണ് റെക്കറൻസ് റിലേഷൻ ഫോർ സെൻട്രൽ മൊമെൻറ്റ്സ് അല്ലെങ്കിൽ റെനോൾസ്കി ഫോർമുല എന്ന് പറയും. അതെന്താണ് 50 മാർക്കിൻ്റെ ഷുവർ ക്വസ്റ്റ്യൻ ആണ്. ഇതെന്താണ് നാലാമത്തത് 50 മാർക്കിൻ്റെ ഷുവർ ക്വസ്റ്റ്യൻ ആണ്. 5ാമത്തെ മോഡ് ഓഫ് ദ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ, അതും ഇമ്പോർട്ടൻ്റ് ആണ്. 6ാമത്തെ ഫിറ്റിംഗ് ഓഫ് ദ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ പ്രോബ്ലംസും, അതും 50 മാർക്കിൻ്റെ ഷുവർ ക്വസ്റ്റ്യൻ ആണ്. 5ാമത്തത് 4 മാർക്കാണ്. അതായത് മോഡ് ഓഫ് ദ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ എന്ന് വെച്ചാൽ 4 മാർക്കിന് ചോദിക്കുന്നതാണ്. അല്ലെങ്കിൽ റീപ്രൊഡക്റ്റീവ് ഓർ അഡിറ്റീവ് പ്രോപ്പർട്ടി 4 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. അല്ലെങ്കിൽ 50 മാർക്കിൻ്റെ സബ് ക്വസ്റ്റ്യൻ ആയിട്ടും ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ പറയുമ്പം ഡെഫിനേഷൻ നോക്കുക. അതുപോലെ എക്സാമ്പിൾ ക്വസ്റ്റ്യൻ, മൊമെൻറ്റ്, MGF, റെക്കറൻസ് റിലേഷൻ 15 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. എന്താണ് ഇത് 15 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ് റെക്കറൻസ് റിലേഷൻ. അത് കണക്ക് ഫിറ്റിംഗ് ഓഫ് ദ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ, അതിൻ്റെ പ്രോബ്ലം 50 മാർക്കാണ്. അപ്പം SC ആയിട്ട് നിങ്ങൾ നോക്കേണ്ടത് നാലാമത്തെ ടോപ്പിക്കും എന്താണ് 4ാമത്തെയും 6ാമത്തെയാണ് SC ആയിട്ട് ചോദിക്കാൻ സാധ്യതയുള്ളത്. എന്ന് പറഞ്ഞാൽ ബാക്കിയൊന്നും ചോദിക്കത്തില്ലെന്നാണില്ല. 7 വേണമെങ്കിൽ SAയുടെ സബ് ക്വസ്റ്റ്യനായിട്ട് കയറി ചോദിക്കാം, 5 ചോദിക്കാം. ഇതൊക്കെ മെയിൻലി 2 മാർക്കിൻ്റെയൊക്കെ ക്വസ്റ്റ്യനായിട്ടായിരിക്കും വരാൻ സാധ്യത. നിങ്ങൾക്ക് S3യുടെ ടോപ്പേഴ്സ് നോട്ട് വേണമെങ്കിൽ ജോയിൻ ചെയ്യാം. ഒരു സബ്ജക്റ്റിന് എത്ര റുപ്പീസാണ്, 200 റുപ്പീസാണ്. അപ്പോൾ 2 സബ്ജക്റ്റ് ഉണ്ട്, നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. സ്റ്റാറ്റും ഫിസിക്സും ജോയിൻ ചെയ്യാം. അപ്പം 2 സബ്ജക്റ്റിൻ്റെ കോംബോ ഓഫറും അവൈലബിൾ ആണ്. 350 റുപ്പീസാണ് 2 സബ്ജക്റ്റ്. അതായത് ഇനി വരുന്ന സ്റ്റാറ്റിനും ഫിസിക്സും കൂടെ ഒരുമിച്ച് ജോയിൻ ചെയ്ത 2 സബ്ജക്റ്റാണ്. പക്ഷേ ഒരു സബ്ജക്റ്റ് ആണെങ്കിൽ 200 റുപ്പീസാണ്. ഇനി നമ്മൾ പോയിസൺ ഡിസ്ട്രിബ്യൂഷനാണ് നോക്കുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഫസ്റ്റ് ഈ ടോപ്പിക്കിൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഡിസ്ട്രിബ്യൂഷൻ ഏതാണെന്ന് വെച്ചാൽ പോയിസൺ ഡിസ്ട്രിബ്യൂഷൻ ആയിരിക്കും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിക്കാൻ സാധ്യതയുള്ളത്. അതിൻ്റെ ഡെഫിനേഷൻ നോക്കുക. അത് കണക്ക് എക്സാമ്പിൾ നോക്കുക. പോയിസൺ ഡിസ്ട്രിബ്യൂഷൻ ആസ് ദ ലിമിറ്റിംഗ് ഫോം ഓഫ് ദ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ, അതും ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് ഇത്രയും 4 മാർക്കിന് ചോദിക്കാം. മൊമെൻറ്റ്, സെൻട്രൽ മൊമെൻറ്റ്, MGF അതെല്ലാം ഡിസ്ട്രിബ്യൂഷൻ്റെയും പഠിച്ചു വെക്കണം, ചോദിക്കും. പിന്നെ അഡിറ്റീവ് പ്രോപ്പർട്ടി ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ മോഡ് ഓഫ് ദ പോയിസൺ ഡിസ്ട്രിബ്യൂഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. റെക്കറൻസ് റിലേഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. ഏറ്റവും തോന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ടോപ്പിക്ക് ഏതാണ്, ഫിറ്റിംഗ് ഓഫ് ദ പോയിസൺ ഡിസ്ട്രിബ്യൂഷൻ ആണ് ഏറ്റവും തോന്നെ ഇമ്പോർട്ടൻ്റ്. അതിൻ്റെ പ്രോബ്ലംസ് നിങ്ങളും അത്രയും ഇമ്പോർട്ടൻറ്റോടെ പഠിച്ചു വെക്കുക. അത് കണക്ക് ജോമെട്രിക് ഡിസ്ട്രിബ്യൂഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് ഇത്രയും നോക്കി വെച്ചേക്കുക. മെയിൻലി ബൈനോമിയലും
പോയിസണുമാണ് ഏറ്റവും തോനെ ചോദിച്ചിട്ടുള്ളത്. അതിനുശേഷം ജോമെട്രിക് ഡിസ്ട്രിബ്യൂഷൻ ആയിരിക്കും ചോദിക്കുന്നത്. അത് ഇപ്പം ക്വസ്റ്റ്യൻ കുറച്ച് ടഫാക്കി ആക്കണമെങ്കിൽ ജോമെട്രിക്കും ഹൈപ്പർ ജോമെട്രിക്കും ഒക്കെ കയറി ചോദിക്കും. ഇതിൻ്റെ എന്തൊക്കെയാണ് നോക്കുന്നത്? ഡെഫിനിഷൻ നോക്കണം, മീൻ നോക്കണം, വേരിയൻസ് നോക്കണം, MGF നോക്കണം, അതിൻ്റെ പ്രോബ്ലംസ് നോക്കണം. ഇത് ഇത്രയും PYQലുണ്ട്. ഇതും ഡെഫിനിഷൻ, മീന്, വേരിയൻസ്, പ്രോബ്ലംസ്. നിങ്ങൾക്ക് നമ്മുടെ നോട്ട് വാങ്ങാം. അതിൻ്റെ നമ്പറാണ് 9645460484. അതുപോലെ നമ്മുടെ ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യുക. PYQ ക്വസ്റ്റ്യൻ ബാങ്ക് കിട്ടും. അതുപോലെ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് നോട്ട്സും നമ്മൾ അപ്ലോഡ് ചെയ്യും, ഷോർട്ട് ക്വസ്റ്റ്യൻസ്. അതുപോലെ മിനിറ്റ്സ് പ്രിപ്പറേഷൻ നോട്ട്സും അവൈലബിൾ ആണ്. ജോയിൻ ചെയ്യാം, നമ്പർ കൊടുത്തിട്ടുണ്ട്. അപ്പം എല്ലാവർക്കും താങ്ക് യു.